ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എപ്പോഴും നമ്മളൊരു മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഈവനിംഗ് വ്ളോഗ് ഒക്കെ അല്ലേ കാണുന്നത്. ഇന്നത്തെ നമ്മൾ വ്ളോഗ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഡ് നൈറ്റ് 12 o'clock അപ്പം ജൂൺ 28, 2020 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പം ടുഡേ ഈസ് ജൂൺ 28 ഓഫ് 2026. അപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 6 വർഷമായി. അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണ്ടേ. സോ വി തോട്ട് നമുക്കൊന്ന് രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ മാരേജ് വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് അടിച്ച് പൊളിച്ചിരിക്കാം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ രാത്രി കറക്റ്റ് 12 o'clock ആയപ്പോഴത്തേക്കും അത് കട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ മാരേജ് വീഡിയോ ഒക്കെ കണ്ട് കുറേ നേരം പഴയ മെമ്മറീസ് അല്ലേ, നമ്മുടെ ഗോൾഡൻ മെമ്മറീസ് അല്ലേ, അപ്പോൾ അതൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് വരാനും നമ്മുടെ കയ്യിൽ വന്ന് ചേരാനുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ വന്ന് ചേരും എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ മാരേജിന് ശേഷമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് ആണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ഇപ്പോൾ രാത്രിയിലത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ എണീറ്റു. കാര്യം സൺഡേ അല്ലേ, ഓഫ് കോഴ്സ് രാവിലെ ഒരുപാട് നേരത്തെ ഒന്നും എണീക്കണ്ട. അപ്പം ഞങ്ങൾ എണീറ്റു. പിന്നെ കൊക്കോച്ചയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. നമ്മൾ രാവിലെ ചേട്ടൻ ഓഫീസിൽ പോകണ്ട, നമുക്ക് താമസിച്ച് എണീറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ താമസിച്ച് എണീക്കത്തുള്ളൂ. അല്ല, നാളെ ചേട്ടൻ ഓഫീസിൽ പോകണം, നേരത്തെ എണീക്കണ പോലെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നേരത്തെ എണീറ്റിരിക്കും. അവൻ ആ കാര്യത്തിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറായിട്ട് അവനങ്ങ് സെറ്റായി പോയി. അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ ജനലൊക്കെ തുറന്നിട്ട് അപ്പോൾ എനിക്ക് സെറാമിക്കിൻ്റെ ഒരു ചെറിയ എലിഫന്റ് പോട്ട് ഉണ്ട്, അത്യാവശ്യം ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നേരെ നമ്മുടെ ബാൽക്കണിയിൽ പോയി ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് വരാം എന്നുള്ള പ്ലാനാണ്. കാര്യം ബാൽക്കണി ഇപ്പോൾ ഞാൻ ഡെയിലി തൂത്ത് ക്ലീൻ ചെയ്ത്, കാര്യം മഴയല്ലേ. നേരത്തെ ഇവിടെ എനിക്ക് ഫുള്ള് ഗ്രാസിൻ്റെ മാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനത് എടുത്ത് മാറ്റി അവിടെ സൈഡിൽ മടക്കിയിട്ടേക്കാണ്. മഴ സീസണൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് വീണ്ടും പഴയ കണക്ക് വിരിച്ചിടാന്നുള്ള ഇതിൽ ഇപ്പം ടൈറ്റായിലാകുമ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ വെള്ള പൂവ്, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. പാലപ്പൂന്നും ചിലവർ പാലപ്പൂന്നും പറയും, ചിലവർ നന്ദിയാറട്ടോന്നും പറയും. എനിക്ക് അതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല. അപ്പോൾ അത് കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ ഈ പൂക്കൾ വീണിട്ട് ആ ടൈലിലൊക്കെ ചെറിയ ചെറിയ കറയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നുള്ളത് അപ്പോഴപ്പോൾ ക്ലീൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ രാവിലെ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ടോട്ടലി ഇന്ന് ഫ്രീ ആണ്. അങ്ങനെ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനും ആലോചിച്ചു എന്ത് ഇത്ര കാറ്റ് വരുന്നത്, നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ കൂളായിട്ടുള്ള ഒരു ബ്രീസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തപ്പോഴത്തേക്കും നല്ല മഴക്കോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മഴയ്ക്ക് മുന്നേ നമ്മുടെ അത്യാവശ്യം വേണ്ട രാവിലെ നമ്മുടെ ഡെയിലി റുട്ടീൻസൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിൽ വന്ന് കൊക്കോയ്ക്കുള്ള ചപ്പാത്തി ചുടുകയാണ്. അപ്പോൾ അവൻ രാവിലെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പോൾ അതൊക്കെ ചുട്ട് റെഡിയാക്കി അവിടെ കൊണ്ട് വയ്ക്കുന്നു. ആ ടൈമിലായപ്പോഴത്തേക്കും ചേട്ടൻ എണീറ്റ് വന്ന് അവനോട്ട് കുറച്ച് നേരം, ഞങ്ങൾ എല്ലാവരുടെയും മെയിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക, കൊക്കോച്ചായിട്ട് കുറച്ച് നേരം കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡെയിലി റുട്ടീനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കൊക്കോയുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ. ചിലപ്പം നല്ല മൂടൊക്കെ ആണെങ്കിൽ നമ്മൾ ദോശ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല നെയ് റോസ്റ്റ് പോലെ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അല്ലാതെ അവന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവന് ചപ്പാത്തി തന്നെയാണ് അവന് മസ്റ്റ്. അതെന്തോ അവൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയി പോയിട്ടായിരിക്കും, എന്താ അതിൻ്റെ റീസൺ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവനറിയാം അവൻ്റെ ചപ്പാത്തിയാണ് ചുട്ടുകൊണ്ട് വയ്ക്കുന്നത്. പിന്നെ ബൈ ദാറ്റ് ടൈം ഞങ്ങളൊന്ന് ടെറസിൽ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പൊട്ടി സൂസു പരിപാടിക്കൊക്കെ ഞങ്ങളൊന്ന് ടെറസിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ടെറസിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ ടൈമിൽ നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഈ കാറ്റും മഴയുടെ സംഭവങ്ങളൊക്കെ കണ്ട് കുറച്ച് നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാമെന്ന്. അങ്ങനെ ഞാനും ചേട്ടനും കൊക്കോയും കൂടെ കുറച്ച് നേരം ടെറസിലൊക്കെ നിന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കോളും ദൂരെ നിന്ന് വരുന്നുണ്ട്. ഒരു സൈഡിൽ വെയിലും മറ്റേ സൈഡിൽ നല്ല മഴക്കോളുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സൺഡേ അല്ലേ, ഫ്രീ ഡേ അല്ലേ, എന്തായാലും നമുക്കൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. ലുലുവിൽ ബാർബിക്യൂ നേഷനിലാണ് നമ്മൾ ലഞ്ച് പ്ലാൻ ചെയ്യുന്നത്. സോ കുറച്ച് നേരം ഞാനും ചേട്ടനും അവിടെ നിന്നു, കാറ്റൊക്കെ കണ്ടു, കൊക്കോയുടെ പരിപാടികളൊക്കെ ചെയ്ത് അവൻ കുറച്ച് നേരം ഓടിച്ചാടിയൊക്കെ നടന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയും നമുക്കൊരു ഔട്ടിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഈ ക്ലൈമറ്റിൽ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ സാധാരണ താഴോട്ട് പോകാറുള്ളായിരുന്നു. അങ്ങനെ നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഹെയറൊക്കെ പറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല കാറ്റുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്. ഇങ്ങനത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വെയിലും ഇല്ല, പക്ഷെ നല്ല മഴയും ഇല്ല. അങ്ങനത്തെ ക്ലൈമറ്റ്സ് ഒക്കെ എനിക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഓവറായിട്ട് മഴ വരുന്നത് എനിക്ക് അത്ര പൊതുവെ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര OCD കാണും. നമ്മൾ മഴ വരുമ്പം നമ്മുടെ വീടൊക്കെ പെട്ടെന്ന് അഴുക്കാവും, തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ല, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പൊടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവനെ നനയ്ക്കേണ്ട, അവനെയും കൊണ്ട് താഴെ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ താഴെ വന്നു കുറച്ച് നേരം. പിന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്, അവൻ്റെ ചപ്പാത്തിയൊക്കെ കൊടുക്കുക. അത് ആദ്യം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. കഴിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. ആദ്യമൊക്കെ അവന് കുറേ പ്രാവശ്യം നമ്മൾ നിർബന്ധിക്കണം. ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ആ ചപ്പാത്തി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കും ഫസ്റ്റ് ചപ്പാത്തി. അപ്പോഴത്തേക്കും അവൻ ഭയങ്കരമായിട്ട് അവനെ നമ്മൾ റേജ് ബൈറ്റിംഗ് ചെയ്യണം. അതേ കണക്ക് ഇവനെ ദേഷ്യം പിടിപ്പിച്ച് ഇവനെ ചൊറിഞ്ഞാലേ ഇവനത് കഴിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ അവൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി കഴിക്കും മോനെ എന്ന് പറഞ്ഞ് നമ്മളത് കൊണ്ട് കൊടുത്താൽ അവൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് ഞങ്ങൾ അവന് കൊടുക്കാതെ ഞങ്ങൾ രണ്ടും കൂടെ ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ചപ്പാത്തിയല്ലേ, എനിക്കെന്താ തരാത്തെന്നും പറഞ്ഞ് വയലൻ്റ് ആവാൻ തുടങ്ങും. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് വിട്ട് അവനോട് കിടന്ന് അത് കഴിക്കും. പക്ഷേ ഒരെണ്ണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ്ലി കഴിച്ചോളും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ടൈം അനുസരിച്ചാണ് അവന് ചപ്പാത്തി എണ്ണവും. നമ്മൾ രാവിലെ ഒരു 9 മണിക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ അവന് 2 മതി. പിന്നെ 10 മണിയാകുമ്പോൾ ഒരെണ്ണം കൂടും, 11 മണിയാകുമ്പോൾ 2 കൂടും. അങ്ങനെ അവൻ്റെ ഇത് കൂടി. അപ്പോൾ ഞങ്ങൾ മാക്സിമം 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കൊടുക്കാൻ നോക്കും കേട്ടോ. അവന് ഓവർ ഫീഡ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട്
അങ്ങനെ ഞങ്ങൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 9-9:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നോക്കും. അങ്ങനെ കൊക്കോയുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം രാവിലത്തെ പരിപാടികളെല്ലാം ഒതുങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ നേരത്തെ തന്നെ പോകാനായിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി റെഡിയായി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യണം നല്ല മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചന്നം മിന്നം പെയ്യുന്ന മഴയല്ല, ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും കുറേ ടൈം എടുക്കും പെയ്യാനായിട്ട്, പെയ്ത് തീരാനായിട്ടും തോരാനായിട്ടൊക്കെ ഒരുപാട് ടൈം എടുക്കും. കുറേ നേരം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ കണ്ണാടിയിൽ എന്തായാലും ടൈം ഉണ്ടല്ലോ, അങ്ങനെ ഔട്ട്ഫിറ്റൊക്കെ കണ്ണാടിയിൽ നോക്കിയിട്ട് അവസാനം ഞങ്ങൾ ബൈക്കിൽ പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാർ എടുക്കാൻ പോലുള്ള ടൈമും ഇല്ലായിരുന്നു. കാര്യം വി ആർ ഓൾറെഡി ലേറ്റ്. നമ്മൾ മഴ തോരുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു, കുറേ ലേറ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഓട്ടോയിൽ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാൻ പെട്ടെന്ന് ഇട്ടതാണ്. നമ്മൾ ലേറ്റ് ആവും എന്നുള്ള ടെൻഷനിൽ ഞങ്ങൾ വേറൊരു കാര്യം റിയലൈസ് ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആസ് ഐ സൈഡ് 6th വെഡിങ് ആനിവേഴ്സറി ആണ് ഇപ്പം. ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഓട്ടോയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ അൺലോക്ക് ചെയ്യാനൊക്കെ ഒരു ഫീൽ. കാര്യം തന്നെ എപ്പോഴും ബൈക്കിലോ കാറിലോ ആയിരിക്കും നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യണേ. സോ അത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേനാണ്ട് നമ്മൾ ലുലുവിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ബാർബിക്യൂ നേഷൻ നമ്മുടെ 3rd ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുക്കും മൂലയും നമുക്ക് കാണാപ്പാടമാണ്. കാര്യം എല്ലാ ബന്ധവും നമ്മൾ മന്ത്ലി ഒരു ഷോപ്പിങ്ങിന് വരുന്നതും പിന്നെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഞങ്ങൾ ഓടുന്നത്. കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഓടുന്നത് ലുലുലോട്ടാണ്. അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ബാർബിക്യൂ നേഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ബാർബിക്യൂ നേഷൻ ഞങ്ങളിപ്പോൾ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റും ജിമ്മൊക്കെ തുടങ്ങിയ ശേഷം കുറേ നാളുകൊണ്ട് നമുക്ക് ബ്രേക്കിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറേ നാളായില്ലേ പോയിട്ട്, വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെന്ന് അകത്ത് കയറി നമ്മുടെ സീറ്റൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് പാനിപൂരി ആയിരുന്നു സ്റ്റാർട്ടേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സാധനം എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ബാർബിക്യൂ പോകണമെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അവിടുത്തെ കാജൂൻ പൊട്ടറ്റോ എനിക്ക് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കാജൂൻ പൊട്ടറ്റോ. പിന്നെ വരുന്ന ഒരു ക്രിസ്പി കോണിൻ്റെ, അതും അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. എനിക്ക് മിസ് ചെയ്യുമ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഓരോ ബാർബിക്യൂ സാധനങ്ങളായിട്ട് കൊണ്ടുവച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ വെജിറ്റബിൾസ്, അതൊക്കെ പ്രോൺസ്, ചിക്കൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ ആക്ച്വലി ഞാൻ മറന്നു. ഞാൻ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ കാജൂൻ പൊട്ടറ്റോയുടെ റെസിപ്പി ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. ബൈ ദ ടൈം നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കോഴ്സിലോട്ട് പോയി. ബാർബിക്യൂവിൽ പോകുന്നവരുണ്ടെങ്കിൽ വേറൊരു മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ ചിക്കൻ ദം ബിരിയാണി. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. അതെന്താണെന്ന് എനിക്കറിയണം. ഞാൻ ആ ടേസ്റ്റുള്ളൊരു ബിരിയാണി നമ്മുടെ മേ ബി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ട്രിവാൻഡ്രത്ത് അവിടെ ഞാൻ കഴിച്ചിട്ടില്ല. മെയിൻ കോഴ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ഡെസേർട്ടിൻ്റെ ടൈമാണ്. പിന്നെ ബാർബിക്യൂവിൽ പോകുന്നത് തന്നെ നമ്മുടെ ഡെസേർട്ട് മെയിനായിട്ട് ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഡെസേർട്ടൊക്കെ എടുത്തു. ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കേസരി ഫിർണി. ഇപ്രാവശ്യത്തെ കേസരി ഫിർണി സൂപ്പറായിരുന്നു. സാധാരണ അവർക്ക് അത്ര വലിയ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളായിരുന്നു കേസരി ഫിർണിയൊക്കെ, പക്ഷേ ഇപ്രാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഗുലാബ് ജാമുനും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ എല്ലാം നമ്മുടെ ഡെസേർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ബാർബിക്യൂ ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഞങ്ങൾക്ക് 1-2 ഫുഡ് കളറും പിന്നെ നമുക്ക് വൈകിട്ടത്തെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ ടേബിളിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഡെസേർട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ബേക്കറിയിലോട്ടാണ് പോയത്. ഇവിടെ ഇഞ്ചിലുള്ള കേക്ക് ബോക്സിലാണ് നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. കാര്യം കസ്റ്റമൈസേഷൻ ഒക്കെ അവർ നല്ല സൂപ്പറായിട്ട് ചെയ്തു തരും. അങ്ങനെ അവിടുന്ന് കേക്കും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീടൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. വൈകിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണല്ലേ, അപ്പോൾ എന്ന് പറഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വീട് മൊത്തം ഒന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ആക്കി കുറച്ച് പെർഫ്യൂം ഓയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കുറച്ചും കൂടെ നല്ല മണമൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു വീടാക്കിയിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് അവിടെ നിന്നു. അങ്ങനെ നല്ല രസമാണ് നമ്മുടെ ബാൽക്കണി നിന്നിട്ട് മഴ പെയ്യുന്ന കാണാം. അമ്പലത്തിൻ്റെ മുകളിലൊക്കെ വീഴുന്നതാണ് നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും ബാക്ക് ടു വർക്കാണ്. കുറച്ചും കൂടെ ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഡ്രിങ്ക്സും ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം അപ്പോഴത്തേക്കും ചേട്ടൻ്റെ ഫോണാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഫോൺ ഞാൻ എടുത്ത് ചേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിനകത്ത് ഞാൻ എന്തെങ്കിലും കാണാനായിട്ട് വീഡിയോസൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയലായിരിക്കാം, അല്ലെങ്കിൽ പാട്ടായിരിക്കാം. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം, കോമഡി, ഉപ്പുമുളക്, അങ്ങനെ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു സാധനം ഞാൻ എപ്പോഴും ഇടാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജോലി തീരുന്നത് അറിയത്തില്ല. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ നൽകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുക, ഏതെങ്കിലും ഒരു വീഡിയോസ് എനിക്കിഷ്ടമുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്ത് അവിടെ വെച്ചിട്ട് ഒരു സൈഡിൽ കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് അതും കേട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. എന്നിട്ടും എൻ്റെ ജോലി തീരുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ 18ാമത്തെ തടവാണ് എൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തപ്പേ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതൊക്കെ എൻ്റെ ജോലികളെല്ലാം തീരാറുണ്ട്. അപ്പോൾ അത് കണക്ക് ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ചാരി വെച്ച് ഇങ്ങനെ സീരിയൽസ് ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കി ഇടുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതേ കണക്ക് നിങ്ങളും എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ സീരിയസ് ആയിട്ടുള്ള കുറേ ടൈം ലാഗിങ് ഒക്കെ ഉള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നെപ്പോലെ ആരൊക്കെയാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബിലോ.
ക്ലീൻ ആക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്ന് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മൊയ്റ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈകിട്ട് അച്ഛനും അമ്മയൊക്കെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു മൊയ്റ്റോ റെഡിയാക്കി വെക്കാം. നമ്മുടെ തീമുമായിട്ട് സെറ്റ് ആവുന്ന രീതിയിൽ ഞാനൊരു പർപ്പിൾ കളർ മൊയ്റ്റോ ആണ് ഇന്ന് സെറ്റ് ആക്കുന്നത്. സാധാരണ നമ്മൾ ലൈറ്റ് ബ്ലൂ കളറാണ് എപ്പോഴും നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ തീം എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡ് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ തീമാണ് വരുന്നത്. അപ്പം ഐ തോട്ട് ഐ ബി ഡൂയിങ് പർപ്പിൾ കളർ മൊയ്റ്റോ ടുഡേ. അങ്ങനെ പെട്ടെന്ന് തന്നെ മൊയ്റ്റോയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് വെച്ചു, ഫുഡ് കളറൊക്കെ റെഡിയാക്കി അതൊക്കെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ മൊയ്റ്റോ പ്രിപ്പയർ ചെയ്ത് അതെല്ലാം ഡിഷസിലേക്ക് നമ്മുടെ ഗ്ലാസസിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. അതിനുശേഷം ഉള്ള വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. കാര്യം നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കേക്കിൻ്റെ കാര്യങ്ങളും നമുക്ക് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ടേബിളൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഞാൻ ആ ടൈമിൽ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ അവസാനം നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലാവൻഡർ ഷെയ്ഡും പർപ്പിൾ ഷെയ്ഡും 2 കളർ ഷെയ്ഡ്സ് വരുന്ന മൊയ്റ്റോസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബീട്രൂട്ടിൻ്റെ കുക്കീസ് ഉണ്ട്. പിന്നെ നമ്മുടെ റോസ് പെറ്റൽസ് വെച്ചുണ്ടാക്കിയ ലഡു ഉണ്ട്. പിന്നെ നമ്മുടെ വെഡിങ് കേക്കും ഉണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ച് ടോപ്പറൊക്കെ വെച്ചു കേക്കിൻ്റെ. അതിനുശേഷം കുറച്ച് നമ്മുടെ സെൽഫി ടൈമാണ്. അപ്പോഴത്തേക്കും താൻ്റെ ചേട്ടൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്. അങ്ങനെ അവന് ഡോറൊക്കെ തുറന്നു കൊടുത്ത് കൊക്കോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവനറിയാം അനിയൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അച്ഛനും അമ്മയും വരുമെന്ന് അവനറിയാം. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ്. അങ്ങനെ അച്ഛനും അമ്മയും വരാനായിട്ടപ്പോൾ ഞാനും ഇങ്ങനെ നോക്കുകയാണ്. അച്ഛനും അമ്മയും വരുന്നുണ്ടോ? അപ്പോൾ അനിയൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും, അവർ വരാൻ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് മ്യൂച്വൽ ഡിസ്കഷൻസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നിങ്ങൾ കൊക്കോയെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവൻ്റെ അച്ഛനും അമ്മയും വരാത്തതിൻ്റെ ഒരു എന്താ വരാത്തുള്ള ടെൻഷനാണ്. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവരിപ്പോൾ വരുമോ എപ്പോൾ വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് അവനെ റെജിബേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നൈസായിട്ട്. അച്ഛനും അമ്മയും ഇല്ല, അവർ ടാറ്റ പോയിക്കുന്ന പുറത്ത് പോയിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കും. അപ്പോൾ അവൻ അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഇവന് ഭയങ്കരമായിട്ട് ഇവൻ ടെൻഷനായിട്ട് ഇവൻ എന്താണോ നടത്തില്ല ഇവൻ കിടന്ന് ബോളം വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പിന്നെ അനിയനെ കൊണ്ട് ഞങ്ങളുടെ ഒരു കപ്പിൾ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അവിടെ നിൽക്കുന്നത് അതൊക്കെ എടുത്തു. ആ ടൈമിലും എല്ലാം കൊക്കോ ഇങ്ങനെ അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. അവൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ഫോർ ദമാണ്. ഇപ്പം മാത്രമല്ല കേട്ടോ, അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പം തന്നെ എന്താ വരാത്തത് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മളെപ്പോഴും താഴെ പോയി അമ്മ അച്ഛനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവനെയും കൊണ്ടുപോയി. അപ്പോൾ ഇവൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ അവനല്ലേ എപ്പോഴും താഴെ പോകുന്നത്. അപ്പോൾ അച്ഛനും അച്ഛമ്മയും മേളിൽ കയറി വരുമ്പോൾ അവൻ്റെ വീട്ടിൽ അവർ വരുമ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയാണ്. അവൻ എത്രത്തോളം വെയിറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്, അവൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് അമ്മ ഇപ്പോൾ കയറി വരുമ്പോൾ നിങ്ങളുടെ അവൻ്റെ ആ എക്സ്പ്രഷനിൽ നിന്ന് അവൻ്റെ റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് തരാം. അങ്ങനെ എൻ്റെ കൊച്ചിയുടെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ്റെ അച്ഛമ്മ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിയിട്ട് അച്ഛൻ എന്തെങ്കിലും അടുത്ത് നോക്കുന്നത്. അമ്മ എത്തി, ഓക്കെ അച്ഛമ്മ വന്നു. അപ്പോൾ അച്ചാച്ചൻ എവിടെ എന്നുള്ളതാണ് നോട്ടം. പിന്നെ അവൻ്റെ ലോകമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, എന്താണ് വരത്തത് ലേറ്റായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയും പരിഭവവും പറച്ചിലൊക്കെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ടൈം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമായപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ടുള്ള കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്ന് ഞങ്ങൾ ഒന്നിച്ച് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടേതായിട്ടുള്ള ഫാമിലി ടൈം നമ്മൾ അങ്ങോട്ട് സംസാരിക്കും. ഞങ്ങൾ കുറേ പിന്നെ വരുമ്പം കുറേ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു പൂജാ കബോർഡിൻ്റെ പണി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതെവിടെ വെക്കണം, എങ്ങനെ വെക്കണം, അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ നേരം ഒരു നമ്മൾ എന്താ പറയുക ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു.
വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മയും അച്ഛനും പ്രഭുവും ഒക്കെ താഴോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ടൈമാണ് കേട്ടോ. നമ്മൾ കൊക്കോയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ അവന് ഒരു അൽഫാം, അവന് ഭയങ്കര ഇഷ്ടമാണ് അൽഫാം. ഇങ്ങനത്തെ വലിയ വലിയ ചിക്കൻ്റെ പീസസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് അൽഫാമോ തന്തൂരി എന്തെങ്കിലുമൊക്കെ പലപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ അവന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അവനും അത് എക്സ്പെക്ട് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ബാർബിക്യൂലൊക്കെ പോയി നല്ല ലഞ്ചൊക്കെ കഴിച്ച് ഫുള്ളി പാക്ഡ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ അവനും വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളതിൽ അവനും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവനത് പിച്ചി ഇട്ട് കൊടുത്താലേ കഴിക്കത്തുള്ളൂ. അങ്ങനെ പിച്ചിയൊക്കെ ഇട്ട് കൊടുത്ത് അവനെ കഴിപ്പിച്ചു. ഇതാണ് നമ്മൾ എപ്പോഴും അവൻ്റെ അടുത്തിരുന്ന് അവനെ ഫീഡ് ചെയ്യണം. പിന്നെ അവൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവന് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അടുത്തിരുന്ന് അവനെ തടവി ഇതേ കണക്ക് മസാജ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അവൻ ഉറങ്ങാൻ തുടങ്ങും. ഉറക്കം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ അവനെ ചാച്ചിക്കോന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് പാമ്പർ ചെയ്ത് സമാധാനിപ്പിച്ചിട്ട് ലൈറ്റൊക്കെ കാണിച്ച് അപ്പോൾ അവനൊക്കെ കിടന്നുള്ളത് നമുക്ക് അവനറിയാം കഴിയുന്നു. ഇനി നാളെ രാവിലെ എണീറ്റാൽ മതി എന്നറിയാം. അങ്ങനെ അവനതെല്ലാം കഴിഞ്ഞ് അവൻ അവിടെ കിടന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടക്കാം. അവനെ കൊച്ചു ഉറക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദിവസം തീരും. അവനെ ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റൂമിൽ വരും. ചേട്ടൻ്റെ ഗെയിംസും കാര്യങ്ങളും ഓഫീസ് വർക്കും ഒക്കെ ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് പോകും. ചേട്ടൻ്റെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് പോകും. ഞാനും അതൊക്കെ എൻ്റെ എഡിറ്റിംഗ് TV വീട്ടിൽ അങ്ങനത്തെ സംസാരിച്ചിട്ടുണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം. ഇതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്